Arithmetic sequence അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. Fill up the empty cells of the given squares such that the numbers in each row and columns form an arithmetic sequence. നമുക്ക് ഈ സ്ക്വയറിൻ്റെ 4 എൻഡിലുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിങ്ങനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്കതിൽ ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്, ഇവിടെ ലാസ്റ്റ് 4 ആണ്. അപ്പോൾ നമുക്കിവിടെ അരിത്മെറ്റിക് സീക്വൻസ് ആയിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന് കോമൺ ഡിഫറൻസ് അറിയണം. അതുപോലെ തന്നെ ഇങ്ങനെയും ഈ 1നെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ടും 7 ലാസ്റ്റ് ടൈം ആയിട്ടും 4th ടൈം ആയിട്ടും എടുക്കുക. ഇവിടെ 7 ഫസ്റ്റ് ആയിട്ടും 28 4th ആയിട്ടും, അതുപോലെ തന്നെ ഇവിടെ 4 ഫസ്റ്റ് ടൈം ആയിട്ടും 28 4th ടൈം ആയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, സീക്വൻസിൽ നോക്കി അതിലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എന്നിട്ടത് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഫില്ല് ചെയ്യാം. ആദ്യം ഫസ്റ്റ് ടേം 1ഉം 4th ടേം 4 ആയിട്ട്. അപ്പോൾ ഡി എന്ത് വരും, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, ദാറ്റ് ഈസ് 4 - 1 ബൈ 4 - 1 1 വരും. അപ്പോൾ 1 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും, 1 ആഡ് ചെയ്തിട്ട് 1 + 1 2 2 + 1 3 3 + 1 4. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെ നോക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ 7 - 1 ഡിവൈഡഡ് ബൈ 4 - 1 അല്ലേ. അപ്പോൾ ഡി ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 7 - 1 ബൈ 4 - 1 ഈക്വൽ ടു 6/3 2 ആണ് കോമൺ ഡിഫറൻസ് വരിക. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ 1 + 2 3 + 2 5 + 2 7. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്കിങ്ങനെ ഫില്ല് ചെയ്യാം. 28 - 7 ബൈ 4 - 1 ഇങ്ങനെയാണ്. 28 - 4 ഡിവൈഡഡ് ബൈ 4 - 1 28 - 4 ബൈ 4 - 1 24/3 ദാറ്റ് ഈസ് 8. അപ്പോൾ 8 ആണ് അവിടെ കോമൺ ഡിഫറൻസ് വരിക. നമുക്ക് 8 ആഡ് ചെയ്തിട്ട് 4 + 8 12 12 + 8 20 20 + 8 28. അതുപോലെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 28 - 7 and 4 - 1 that is equal to 21/3 that is equal to 7. അപ്പോൾ 7 ആഡ് ചെയ്തിട്ട് 7 14 21 28 എന്ന് പറയാം. അതുപോലെ നമുക്ക് ഇങ്ങനെയും ഇതുപോലൊക്കെ ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു ഈസി പ്രോബ്ലമാണ്. ഓക്കെ, താങ്ക് യു.